അല്ല, ഒരു ലത്തീൻ സഭയ്ക്കൊന്നും ഒരു അമർഷമില്ല. ഞാൻ പുതുയുഗ യാത്രയുടെ 100-ലധികം വേദിയിൽ പ്രസംഗിച്ച അതേ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരാളും വർഗീയത പറയുന്ന ആളുകൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി UDF-ന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. ലത്തീൻ സഭ വർഗീയത പറയുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ലത്തീൻ സഭ ഒരിക്കലും വർഗീയത പറയാത്തവരാണ്. അല്ല, അവര് ഒരിക്കലും വർഗീയത പറയുന്നവരെന്ന് ഞാൻ പറഞ്ഞത്. ലത്തീൻ സഭ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല. ഞാൻ കൊച്ചിയിൽ പ്രസംഗിച്ചത് നിങ്ങൾ 1-2 ചാനൽ കട്ട് ചെയ്തെടുത്ത് അത് ലത്തീൻ സഭയ്ക്ക് എതിരായിട്ടാക്കിയതാ. ഞാൻ 100-ലധികം വേദിയിൽ എൻ്റെ പ്രസംഗം മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കിടക്കുന്നുണ്ട്. 100-ലധികം സ്റ്റേജുകളിൽ പറഞ്ഞ കാര്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ കാസർഗോഡ് പോയി പറഞ്ഞത് ലത്തീൻ സഭയ്ക്കെതിരാണ്. അതൊക്കെ നിങ്ങളങ്ങനെ ചിലരെ ആക്കുകയാണ്. ലത്തീൻ സഭ വർഗീയത പറയുന്നവരല്ല. അവർ വർഗീയത ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാ. ഞങ്ങളവരെ അഭിനന്ദിക്കുന്നവരാണ്. അവരെ കുറിച്ചല്ല പറഞ്ഞത്. വർഗീയത പറയുന്ന ഇഷ്ടംപോലെ ആളുകളില്ലേ? ഒരു തീപ്പൊരി വീണാൽ ആളി കത്തിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾ കേരളത്തിലുണ്ടല്ലോ. ആ വർഗീയവാദികൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത അവരാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് ഉണ്ട്, ഞങ്ങൾ തോപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ എനിക്കെതിരെ അല്ലല്ലോ, എനിക്കെതിരെ നേരത്തെ BDJ സ്ഥാനാർത്ഥിയായിരുന്നു, അവിടെ BJP സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് എന്താ ഉയർന്ന BJP നേതാവ് എന്താ പറഞ്ഞത്? 3-ാമത്തെ സ്ഥാനത്ത് വരുന്നവർ സതീശനെ തോപ്പിക്കാൻ 2-ാം സ്ഥാനത്ത് വരുന്നവർക്ക് വോട്ട് മറിച്ചു കൊടുക്കണോ? അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരായിട്ട് BJP സ്ഥാനാർത്ഥിയുണ്ട്, SDPI സ്ഥാനാർത്ഥിയുണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാ വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുക്കുന്നുണ്ട്. അതിനെ ലത്തീൻ സഭയായിട്ട് കൂട്ടി വായിക്കണ്ട. ലത്തീൻ സഭ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരു വർഗീയ പ്രചരണവും ഇന്നുവരെ നടത്താത്ത സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഭയാണ്. അതിന് മൊത്തത്തിൽ കൊള്ളയാണ്. സഹകരണ ബാങ്കുകളിൽ മുഴുവൻ കൊള്ളയാണ്. മുൻ MLA-യുടെ ഭാര്യയാണ് രാജിവെച്ച് പോയത്. കട്ടവനെതിരായി പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ല. എന്നിട്ട് ഇവരെ അവിശ്വാസ പ്രമേയത്തിൽ പുറത്താക്കാൻ നോക്കുക. ഇത് ചൂണ്ടിക്കാണിച്ചവരെ കളവാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരാണ് CPM-കാർ. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റാമെങ്കിലാണ് പിന്നെ ബാങ്ക്